ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ചില വ്യക്തികളുണ്ട്, പെട്ടെന്ന് പിണങ്ങുമ്പോൾ തന്നെ ബ്രേക്കപ്പും പറയും. എന്നാൽ നിങ്ങളുടെ പിണക്കം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രേക്കപ്പ് വെറും താൽക്കാലികം മാത്രമാണ്. നിങ്ങൾക്ക് അധിക നാളൊന്നും അങ്ങനെ പിണങ്ങിയോ അല്ലെങ്കിൽ മിണ്ടാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു 6 സൈനുണ്ട്. ഈ 6 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ബ്രേക്കപ്പ് തന്നെയാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ പെൺകുട്ടിയായിട്ട് വഴക്കിടുമ്പോൾ ആ ഒരു പെൺകുട്ടി ഏത് സമയം നിങ്ങളോട് ബ്രേക്കപ്പ് എന്ന് പറയാറുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി തന്നെ വന്നിട്ട് നിങ്ങളോട് മിണ്ടാറുണ്ടോ? ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ അപ്പോൾ പറയും ബ്രേക്കപ്പ്. എന്നാലോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനൊക്കെ ശേഷം ഓടി വന്നിട്ട് വീണ്ടും നിങ്ങളോട് പഴയതുപോലെ തന്നെ സംസാരിക്കും. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി വഴക്കിട്ടിട്ട് ഓടി വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് അധിക നേരം ഒന്നും നിങ്ങളോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുമായിട്ട് വഴക്കിടുമ്പോൾ ഒരു ദേഷ്യം വരുമല്ലോ, ആ ഒരു ദേഷ്യം വരുന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു പെൺകുട്ടി ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ഇടയ്ക്ക് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ പരസ്പരം പിണങ്ങാനോ ഒന്നും പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന ഫ്രണ്ട്സാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ പിണങ്ങിപ്പോയ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി ഇപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രം പറയുകയും, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെക്കുറിച്ചിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സിനോട് പറയുന്നത് എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അധിക നാളൊന്നും പിണങ്ങിയിരിക്കാനോ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് യാതൊരുവിധ പിണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെ നിങ്ങളോട് ആ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും പിണക്കോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചേനെ. ഇവിടെ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഇഷ്ടത്തിലാണ് സംസാരിക്കുന്നത് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി ബ്രേക്കപ്പ് പറഞ്ഞു പോയി എങ്കിലും നിങ്ങളോട് ഇപ്പോഴും ആ ഒരു പെൺകുട്ടിക്ക് സ്നേഹമുണ്ട്. അവൾ വെറുതെ പിണങ്ങിയിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫാസ്റ്റായിട്ടുള്ള റിപ്ലൈ ആണ്. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയോട് കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞങ്ങ് പോയി. എന്നിരുന്നാലും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് ഈ ബ്രേക്കപ്പ് ഒക്കെ വെറും ഒരു തമാശയാണ്, അല്ലെങ്കിൽ വെറുതെ ഒരു നേരം പോക്കിന് വഴക്കുണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയം വന്ന ദേഷ്യം കൊണ്ട് മാത്രം നിങ്ങളോട് ബ്രേക്കപ്പ് പറഞ്ഞതാണ്. അല്ലാതെ അവൾക്ക് നിങ്ങളോട് ഒരു പിണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറൊന്നുമല്ല, ബ്ലോക്കാണ്. അതായത് നിങ്ങളെ വാട്സപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ആ ഒരു പെൺകുട്ടി നിങ്ങളുമായിട്ട് വഴക്കിട്ടപ്പോൾ പിണങ്ങി, ആ ഒരു സമയം നിങ്ങൾ എല്ലായിടത്തും ബ്ലോക്കാക്കി. എന്നിരുന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ ഭയങ്കര സ്നേഹത്തോട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഭയങ്കര പോസിറ്റീവായിട്ട് ആ ഒരു പെൺകുട്ടി ഇപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഈ ബ്ലോക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വെറും താൽക്കാലികം മാത്രമാണ്. ആ ഒരു സമയം ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു വാശിക്ക് ചെയ്തേക്കുന്നത് മാത്രമാണ്. അല്ലാതെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് യാതൊരുവിധ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഇല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ചാൻസസ് ആണ്. അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കൊക്കെ ഇട്ട് പിണങ്ങിയൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയി മിണ്ടിയിട്ടും കണ്ടിട്ടും ഒക്കെ. എന്നിരുന്നാലും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ, അതായത് നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഓരോ അവസരങ്ങൾ ആ ഒരു പെൺകുട്ടിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം.
ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോണ്ടാക്റ്റ് ആണ്. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഒക്കെ ആ ഒരു പെൺകുട്ടി ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ തമ്മിൽ പിണക്കമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഒക്കെ ആ ഒരു പെൺകുട്ടി നടന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് യാതൊരുവിധ പിണക്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ ആറാമത്തെ കാര്യം. അപ്പോൾ ഇന്നീ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.